SSLC മോഡൽ എക്സാം 2025 ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബീർബൗട്ടി എന്നുള്ള കഥയിലത്തെ ക്വസ്റ്റ്യൻസാണ്. അത് നോക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ഫസ്റ്റ് ബോക്സിലെ സാഹിൽ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. രണ്ടാമത്തേൽ സാഹിൽ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്. പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ആണല്ലോ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ബെല്ല റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ബെല്ല റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്, ഇതാണ് ആൻസർ വരിക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബെല്ല എന്തുകൊണ്ടാണ് ദുഃഖിതയായിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ 6ാം ക്ലാസ്സിൽ പഠിക്കാൻ രണ്ടാളും വേറെ വേറെ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സങ്കടമായിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ കഥയത്തെ ഈ ഒരു തന്നിട്ടുള്ള സെക്ഷൻ വെച്ചിട്ട് ഒരു പട്കഥ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽ അടുത്ത ക്വസ്റ്റ്യൻ ഗുഡ്ലി തോ പരായി ഹേ എന്നുള്ള കഥയത്തെ ഒരു ഭാഗമാണ്. അത് വെച്ചിട്ട് 4 തൊട്ടിട്ടുള്ള 6 വരെയുള്ള ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ആ ബോക്സ് വായിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിവാഹ കാർഡിൽ ആരുടെ പേരാണ് ഇല്ലായിരുന്നത്? അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്ത് സാമൂഹിക വിവേചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ഡി പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള വിവേചനം. 6ാമത്തെ ക്വസ്റ്റ്യൻ ഒക്ടോബർ 11 ബാലിക ദിനത്തിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. ഇനി അടുത്തത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നുള്ള കവിതയുടെ ഭാഗമാണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് 7 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ വീടിൻ്റെ കണ്ണുകളൊക്കെ പ്രകാശിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. എല്ലാവരും ആർപ്പ് വിളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആ സന്തോഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ കണ്ണുകളൊക്കെ പ്രകാശിച്ചു എന്ന് പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ കവിതയുടെ ആശയം എഴുതുക. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഒരു സിനിമാ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ഓപ്ഷൻ ബി. 10ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തിൽ ആരുടെ സ്വപ്നമായിരുന്നു സ്കൂളിൽ പോവുക എന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൽ 12ാമത്തെ ഫുൽദയി ഫെസ്റ്റിവൽ എവിടെയാണ് ആഘോഷിക്കുന്നത്? ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആഘോഷത്തിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്ത് എഴുതുക. അടുത്തത് സബ്സെ ബഡാ ഷോമ എന്നുള്ള ഭാഗത്തിലത്തെ ക്വസ്റ്റ്യൻസാണ്. ഇതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ഡി ആളുകളൊക്കെ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. അതിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഈ പാരഗ്രാഫിൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആ ദിവസത്തെ അമ്മയുടെ ഡയറി കുറിപ്പ്, അതല്ലെങ്കിൽ ചാർലിയുടെ ഫ്രണ്ടിന് എഴുതണ ഒരു കത്ത്. അടുത്തത് ഒരു കഥയുടെ ഭാഗം തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ കഥയുടെ രചയിതാവ്. അതിൽ ബി ക്വസ്റ്റ്യൻ
ഈ ഭാഗത്തിൽ ഗംഗയുടെ കയർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച്. അതിൽ ബി ക്വസ്റ്റ്യൻ ഗംഗയും ജോഗും തമ്മിലുള്ള കോൺവെർസേഷൻ.